കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നായ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയിൽ പുണ്യനദിയായ പമ്പാനദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണസ്വാമിയാകുന്നു. സ്വാമിയെ ഇവിടെ പ്രതിഷ്ഠിച്ചത് മധ്യമ പാണ്ഡവനായ അർജുനനാണെന്നാണ് കേൾവി. ഇവിടെ ഭഗവാന്റെ ചൈതന്യവും മാഹാത്മ്യവും അത്ഭുതമാകും വണ്ണം സർവ്വതാ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന കഥകൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ വെളിപ്പെടുത്തുന്നു. ബാല്യത്തിൽ അമ്പാടിയിൽ താമസിച്ചിരുന്ന കാലത്ത് ഗോപാലബാലന്മാരോടുകൂടി കളിച്ചു നടന്നിരുന്ന ആളായതുകൊണ്ടോ എന്തോ ആറന്മുള ഭഗവാന് കുട്ടികളെയും കുട്ടികളുടെ കളികളെയും കുറിച്ച് വളരെ പ്രതിപത്തിയുള്ളതായി കാണുന്നുണ്ട്. ആറന്മുള ദേവന് വഴിപാടെന്ന് സങ്കല്പിച്ച് കുട്ടികൾക്ക് തേച്ചു കുളിക്കാൻ എണ്ണയും അവർ തേച്ചു കുളിച്ചു വരുമ്പോൾ ചതുർവിധ വിഭവങ്ങളോടുകൂടിയ ഭക്ഷണവും മുണ്ടും മറ്റും കൊടുത്താൽ ദേവൻ പ്രസാദിക്കുകയും ഈ വഴിപാട് നടത്തുന്നവർ വിചാരിക്കുന്ന കാര്യം സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇപ്രകാരം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ആറന്മുളയൂട്ട് എന്നാണ് പേര് പറഞ്ഞു വരുന്നത്. ഈ വഴിപാട് തിരുവിതാംകൂർ സംസ്ഥാനത്ത് സർവത്ര നടത്തി വരുന്നുണ്ട്. ഇതിന് ഇത്ര കുട്ടികൾ വേണമെന്നില്ല. ചിലർ 12 കുട്ടികൾക്കും ചിലർ 36 കുട്ടികൾക്കും ധനവാന്മാരാണെങ്കിൽ 108 അതിലധികവും കുട്ടികൾക്കും സദ്യ നടത്താറുണ്ട്. സന്താനാർത്ഥമായും കുട്ടികൾക്കുണ്ടാകുന്ന ദീനങ്ങൾ ഭേദമാകുന്നതിനും മറ്റുമാണ് സാധാരണയായി ആറന്മുളയൂട്ട് നടത്തുന്നത്. ആറന്മുളയൂട്ട് ഇന്ന ജാതിയിലുള്ള കുട്ടികൾക്കേ ആകാവൂ എന്നില്ല. ഏത് ജാതിയിലുള്ള കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കുന്നത് ആറന്മുള ദേവന് പ്രീതികരമാണ്. ആറന്മുള ക്ഷേത്രം പണ്ട് ഊരാളന്മാരുടെ വകയായിരുന്നു. അക്കാലത്ത് ദേവസ്വം വകയായി പല സ്ഥലങ്ങളിൽ മഠങ്ങളും നെൽപ്പുരകളും ഉണ്ടായിരുന്നു. ദേവസ്വം വക നെല്ലെല്ലാം പിരിച്ച് ആ നെൽപ്പുരകളിലാണ് സൂക്ഷിച്ചു വന്നിരുന്നത്. ചിങ്ങമാസത്തിൽ ഓണത്തിന് മുൻപ് വരുന്ന പൂരാടത്തുനാൾ ആ നെൽപ്പുരകളിലെല്ലാം അഗതികൾക്ക് നെല്ല് കൊടുക്കുക പതിവായിരുന്നു. ആ ദിവസം നെല്ല് വാങ്ങുന്നതിനായി അനേകം അഗതികൾ നെൽപ്പുരകളിലെല്ലാം എത്തുക പതിവാണ്. ഓണത്തിന് നെല്ലില്ലാഞ്ഞിട്ട് ആ ദേശത്താരും പട്ടിണിയായി പോയി എന്ന് വരരുതെന്നാണ് ദേവന്റെ വിചാരം. പണ്ടൊരിക്കൽ പതിവ് പോലെ ഓണത്തിന് നെല്ല് കൊടുത്തപ്പോൾ നെല്ല് വാങ്ങുന്നതിനായി നാരങ്ങാനം എന്ന സ്ഥലത്തുള്ള നെൽപ്പുരയിൽ ചെന്ന ഒരു ചണ്ടാലിക്ക് നെല്ലളവുകാർ നെല്ല് കൊടുത്തില്ല. ശേഷം എല്ലാവർക്കും നെല്ല് കൊടുക്കുകയും ചെയ്തു. വയോവൃദ്ധയും രോഗിണിയും അഗതിയുമായിരുന്ന ആ ചണ്ടാലിയെ ദുഷ്ടന്മാരായ നെല്ലളവുകാർ കണ്ടിട്ടും കണ്ടില്ലെന്ന് ഭാവിച്ച് പൊയ്ക്കളഞ്ഞു. നെല്ല് കിട്ടുമെന്ന് ഭാവിച്ച് സന്ധ്യ വരെ ആ പാവപ്പെട്ട ചണ്ടാലി അവിടെ കാത്തുനിന്നു. സന്ധ്യയായപ്പോൾ അതികലശലായ മഴ തുടങ്ങി. മഴക്കാറുകൊണ്ട് ചന്ദ്രബിംബം മൂടിപ്പോയതിനാൽ വലിയ ഇരുട്ടും വന്നു. ഒരു വിധത്തിലും പോകാൻ നിവൃത്തിയില്ലാതെ മഴ നനഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട വയോവൃദ്ധ അവിടെ തന്നെ കിടന്നു. അവളന്ന് ജലപാനം പോലും കഴിച്ചിട്ടില്ലായിരുന്നു. വിശപ്പുകൊണ്ടും തണുപ്പുകൊണ്ടും പരവശയായി തീർന്ന ആ ചണ്ടാലി പിറ്റേ ദിവസം നേരം വെളുക്കുന്നതിന് മുൻപ് അവിടെ കിടന്നു തന്നെ മരിച്ചു. ഇതു നിമിത്തം അതികഠിനമായ ദേവകോപം സംഭവിക്കുകയും ഊരാളന്മാർക്കും കാരാളന്മാർക്കുമെല്ലാം പല വിധത്തിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടായി തുടങ്ങുകയും ചെയ്തു. അവർ ഇതിന്റെ കാരണം അറിയുന്നതിനായി പ്രശ്നം വെപ്പിച്ച് നോക്കിച്ചതിൽ പാവപ്പെട്ട ചണ്ടാലിക്ക് നെല്ല് കൊടുക്കാതെ പട്ടിണിക്കിട്ട് കൊന്നതിലുണ്ടായ ദേവകോപമാണ് അനർത്ഥ കാരണമെന്ന് കണ്ടു. ഈ ദോഷശാന്തിക്ക് ഊരാളന്മാരുടെയും കാരാളന്മാരുടെയും ഗൃഹത്തിൽ നിന്ന് ഓരോരുത്തർ എന്നും ആണ്ടുതോറും ചിങ്ങമാസത്തിൽ തിരുവോണ ദിവസം ഉപവാസമായി ക്ഷേത്രത്തിൽ താമസിക്കുകയല്ലാതെ വേറെ യാതൊരു പ്രതിവിധിയുമില്ലെന്ന് പ്രശ്നക്കാരൻ വിധിക്കുകയും ചെയ്തു. ഈ വിധിപ്രകാരം ഇപ്പോഴും അവിടെ നടന്നു വരുന്നുണ്ട്. ക്ഷേത്രം സർക്കാരിൽ ചേർത്തതിനോടുകൂടി ഓണത്തിന്റെ നെല്ലളവ് മുതലായ പതിവുകളും ഭേദപ്പെട്ടു പോയെങ്കിലും അവിടെ ഊരാൺമയും കാരാൺമയും ഉണ്ടായിരുന്നവരുടെ ഗൃഹങ്ങളിൽ നിന്ന് ഓരോരുത്തർ ചിങ്ങമാസത്തിൽ തിരുവോണത്തുനാൾ ക്ഷേത്രോപവാസം ചെയ്തില്ലെങ്കിൽ അവർക്ക് ദേവകോപം നിമിത്തം അനർത്ഥങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയായിട്ടുള്ളതാകയാൽ അവർ ഇപ്പോഴും ആ പതിവിനെ ഭേദപ്പെടുത്തിയിട്ടില്ല. ചിങ്ങമാസത്തിൽ തിരുവോണ ദിവസം ആറന്മുള ക്ഷേത്രത്തിൽ അതികേമമായി സദ്യ പതിവുണ്ട്. ആ ദിവസം അവിടെ ചെല്ലുന്നവർക്കെല്ലാം ജാതിമത ഭേദം കൂടാതെ നാനാവിഭവങ്ങളോടും കൂടി ഭക്ഷണം കൊടുക്കുക പതിവാണ്. ഈ സദ്യക്കുള്ള സാധനങ്ങളെല്ലാം കാട്ടൂർ എന്ന സ്ഥലത്തുള്ള ദേവസ്വം വക മഠത്തിൽ ശേഖരിച്ചു വയ്ക്കുകയും അവിടെ നിന്ന് അവയെല്ലാം വലിയ കെട്ടുവള്ളങ്ങളിലാക്കി ഉത്രാടത്തുനാൾ രാത്രിയിൽ പുറപ്പെട്ട് തിരുവോണ ദിവസം അരുണോദയമാകുമ്പോൾ ആറന്മുള ക്ഷേത്രക്കടവിൽ അടുക്കുകയുമാണ് പതിവ്. സദ്യസാമാനങ്ങൾ കൊണ്ടുള്ള വരവ് വളരെ കേമമാണ്. സാമാന വള്ളങ്ങൾ കൂടാതെ അവയ്ക്ക് അകമ്പടിയായി ഏതാനും കളിവള്ളങ്ങളും ഉണ്ടായിരിക്കും. കളിവള്ളങ്ങളിലെല്ലാം ആളുകൾ കയറി വഞ്ചിപ്പാട്ടും പാടിക്കളിച്ചും വാദ്യഘോഷങ്ങളോടും
ആർപ്പുവിളി, വായ്ക്കുരവ മുതലായവയോടും കൂടിയുള്ള ആ വരവ് കാണാൻ ക്ഷേത്രനടയിലും സമീപ പ്രദേശങ്ങളിലും അസംഖ്യം ആളുകൾ കൂടുക പതിവാണ്. പണ്ടൊരിക്കൽ പതിവ് പോലെ തിരുവോണത്തിന്റെ തലേദിവസം രാത്രിയിൽ സാമാനങ്ങൾ കെട്ടുവള്ളങ്ങളിലാക്കിക്കൊണ്ട് ആഘോഷസമേതം കാട്ടൂരിൽ നിന്ന് പുറപ്പെട്ടു. ഏതാനും വഴി പോന്നപ്പോൾ സാമാനവള്ളങ്ങൾ മാർഗമധ്യേ ഒരു സ്ഥലത്ത് കരയ്ക്കടുത്ത് ഉറച്ചു. വളരെ ആളുകൾ കൂടി പലവിധത്തിൽ ശ്രമിച്ചു നോക്കിയിട്ടും ആ വള്ളങ്ങളെ അവിടെ നിന്ന് ഇറക്കാൻ കഴിഞ്ഞില്ല. ഒരു നിവൃത്തിയുമില്ലെന്നായപ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ദൈവജ്ഞനെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചു നോക്കി. അപ്പോൾ വള്ളങ്ങൾ അടുത്തിരിക്കുന്ന സ്ഥലത്തിന് സമീപം ഒരു വീട്ടിലുള്ളവർ ഗതികേട് നിമിത്തം തലേ ദിവസം തന്നെ ആഹാരമൊന്നും കഴിക്കാതെ ആറന്മുളയപ്പൻ തന്നെ ശരണം എന്ന് പറഞ്ഞുകൊണ്ട് പട്ടിണി കിടക്കുന്നുണ്ടെന്നും അവർക്ക് ആഹാരത്തിന് വല്ലതും കൊടുത്താൽ വള്ളങ്ങൾ ഇളകുമെന്നും പ്രശ്നക്കാരൻ വിധിച്ചു. ഉടനെ അരി കൊടുക്കാമെന്ന് പറഞ്ഞ് ആ വീട്ടുകാരെ വിളിച്ചു. അവർ അരി വാങ്ങുന്നതിന് ഒരു കൊച്ചു മുറവും കൊണ്ടുവരികയും ആ മുറ നിറച്ച് അരി കൊടുക്കുകയും തൽക്ഷണം വള്ളങ്ങൾ ഇളകുകയാൽ വേഗത്തിൽ പോന്ന് ക്ഷേത്രക്കടവിൽ അടുക്കുകയും ചെയ്തു. പിന്നെ ആണ്ടുതോറും സാമാനങ്ങൾ വള്ളങ്ങളിൽ കയറ്റിക്കൊണ്ട് അവിടെ വരുമ്പോൾ ആ വീട്ടുകാരെ വിളിക്കുകയും അവരൊരു മുറം കൊണ്ടുവരികയും കൊണ്ടുവരുന്ന മുറ നിറച്ച് അരി കൊടുക്കുകയും പതിവായി. കൊണ്ടുചെല്ലുന്ന മുറം നിറച്ച് അരി കിട്ടുമെന്ന് കണ്ടപ്പോൾ അത്യാഗ്രഹികളായ ആ വീട്ടുകാർ മുറത്തിൻ്റെ വലിപ്പം കൂട്ടിത്തുടങ്ങി. ഈ അരി വാങ്ങുന്നതിനായി തന്നെ അവർ പ്രത്യേകം പറഞ്ഞ് വലിയ മുറമുണ്ടാക്കിച്ച് ആ മുറവും കൊണ്ട് അരി വാങ്ങാൻ വരിക പതിവായി. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അവരുടെ മേൽ ദേവകോപം ഉണ്ടാവുകയും അവർ ക്രമേണ നശിച്ച് അന്യം നിന്നു പോവുകയും ചെയ്തു. എങ്കിലും ചിങ്ങമാസത്തിൽ ഉത്രാടത്തുനാൾ സാമാനവള്ളങ്ങൾ ആ സ്ഥാനത്ത് വരുമ്പോൾ ഈ പൂർവ്വ വൃത്താന്തത്തിന്റെ സ്മാരകമായി 3 മുഷ്ടി അരിവാരി അവിടെ ഇടുക ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ആറന്മുള ഭഗവാന്റെ സങ്കേതത്തിലുള്ള സകല കരകളിലെ ജനങ്ങളും കൂടിയിട്ടുള്ള ഒരു സമയത്ത് അക്കാലത്ത് തിരുവല്ല തഹസിൽദാരായിരുന്ന കേശവപിള്ള അവർകൾ അവിടെ കൂടിയിട്ടുള്ള സകല ജനങ്ങളോടുമായി നിങ്ങളെ എല്ലാവരെയും കൂടെ കണ്ട് ഒരു കാര്യം അപേക്ഷിക്കുന്നതിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ ഭഗവാന്റെ അമ്പലം ചെമ്പിടിയിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലേക്ക് നിങ്ങളെല്ലാവരും യഥാശക്തി ധനസഹായം ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അപേക്ഷ എന്ന് പറഞ്ഞു. ഇത് കേട്ട് ആ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ, അങ്ങുന്നിൻ്റെ ഈ ഉദ്യമം കേവലം അനാവശ്യവും ഒരു വക ദോഷത്വവുമാണ്. ഇതൊരിക്കലും നടക്കുന്നതുമല്ല. സർക്കാർ വക ക്ഷേത്രം ചെമ്പിടിവിക്കുന്നതിന് ജനങ്ങളെ ഉപദ്രവിച്ച് പണമുണ്ടാക്കിയിട്ട് വേണമെന്നുണ്ടോ? സർക്കാരിൽ പണം ധാരാളമുണ്ടല്ലോ. ഇതിലേക്ക് ജനങ്ങൾ ധനസഹായം ചെയ്യുന്നത് ആരറിയാനാണ്? ഇത് ഉറക്കത്തിൽ കാൽ തിരുമുന്നത് പോലെയാണല്ലോ. ഇതിലേക്ക് ആരുമൊന്നും തരുമെന്ന് തോന്നുന്നില്ല. ജനോപദ്രവം ചെയ്യുക എന്നുള്ളത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് യോഗ്യമായിട്ടുള്ളതാണോ? അങ്ങുന്നിതിന് പുറപ്പെട്ടത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് തഹസീൽദാർ വല്ലാതെ വിഷണനായി തീർന്നു. അപ്പോഴേക്കും ആ മറുപടി പറഞ്ഞയാൾ ബോധരഹിതനായി ഏറ്റവും പാരവശ്യത്തോടുകൂടി വെട്ടിയിട്ട മരം പോലെ പെട്ടെന്ന് നിലംപതിച്ചു. എല്ലാവരും പരിഭ്രമിച്ച് അടുത്തു ചെന്ന് അയാളോട് സുഖക്കേടെന്താണെന്ന് ചോദിച്ചിട്ട് അയാൾക്ക് നാവിളക്കി സംസാരിക്കാൻ വയ്യായിരുന്നു. അയാളുടെ നാക്ക് സ്തംഭിച്ചു പോയിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റു ജനങ്ങൾ, ഈ ഏഭ്യൻ കഥയില്ലായ്ക കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ്. അതുകൊണ്ട് അങ്ങത്തേക്ക് ഞങ്ങളോട് പരിഭവം തോന്നരുത്. സ്വാമികാര്യത്തിനായി യഥാശക്തി ധനസഹായം ചെയ്യുവാൻ ഞങ്ങൾ എല്ലാവരും സന്നദ്ധരാണ് എന്ന് പറയുകയും ചിലർ ഏതാനും സംഖ്യ അപ്പോൾ തന്നെ കൊടുക്കുകയും തഹസിൽദാർ കിട്ടിയത് വാങ്ങിക്കൊണ്ട് മടങ്ങിപ്പോവുകയും ചെയ്തു. ആ ബോധരഹിതനായ ആളെ ചിലർ കൂടി ഒരു വള്ളത്തിലാക്കി അയാളുടെ വീട്ടിൽ കൊണ്ടുചെന്നാക്കി. വൈദ്യന്മാർ പഠിച്ച വിദ്യകളെല്ലാം പ്രയോഗിച്ചു നോക്കിയിട്ടും അയാളുടെ അസുഖം ഭേദമായില്ല. അതിനാൽ ഒരു പ്രശ്നക്കാരനെ വരുത്തി പ്രശ്നം വെപ്പിച്ച് നോക്കിച്ചു. അപ്പോൾ പ്രശ്നക്കാരൻ ഈ സുഖക്കേട് ആറന്മുള ഭഗവാന്റെ കോപനിമിത്തമുണ്ടായിട്ടുള്ളതാണെന്നും സ്വാമി ഭക്തനായ തഹസിൽദാരെ ആക്ഷേപിച്ചതിലാണ് സ്വാമിക്ക് അധികം വിരോധമുണ്ടായിട്ടുള്ളതെന്നും അതിനാൽ ആ വീട്ടിൽ നിന്ന് ചിലർ ചെന്ന് തഹസിൽദാർ അവറുകളുടെ അടുക്കൽ ക്ഷമായാചനം ചെയ്യുകയും അമ്പലം ചെമ്പിടിവിക്കുന്ന വകയ്ക്ക് തക്കതായ ഒരു സംഖ്യ അവിടെ കൊടുക്കുകയും ഭഗവാന്റെ നടയിൽ വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്താലല്ലാതെ ഈ സുഖക്കേട് ഭേദപ്പെടുകയില്ലെന്നും വിധിച്ചു. ഉടനെ പ്രശ്നവിധികളെല്ലാം ചെയ്തു. അപ്പോൾ സുഖക്കേടുകാരന് ബോധം വീണു. എങ്കിലും അയാൾക്ക് സംസാരിക്കാറായില്ല. അധികം താമസിയാതെ അയാൾ മരിച്ചു പോവുകയും ചെയ്തു. ഈ വർത്തമാനം കേട്ട് ജനങ്ങൾക്ക് ഭഗവാനെക്കുറിച്ച് ഭയവും ഭക്തിയും പൂർവാധികം വർദ്ധിക്കുകയാൽ ചോദിക്കാതെ തന്നെ ചെമ്പുമേച്ചിൽ വകയ്ക്ക് എല്ലാവരും യഥാശക്തി ഓരോ സംഖ്യ തഹസിൽദാർ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് കൊടുത്തു. അദ്ദേഹം നാലമ്പലത്തിന് ചെമ്പിടിവിക്കണമെന്നേ വിചാരിച്ചിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെയും പണം വളരെ അധികം ഉണ്ടായിരുന്നതിനാൽ വിളക്കുമാടത്തിനു കൂടി അദ്ദേഹം ചെമ്പിടിവിച്ചു. ഇപ്രകാരമാണ് ആറന്മുള ക്ഷേത്രം ചെമ്പിടിവിച്ചത്. ഭഗവാന്റെ മാഹാത്മ്യ വിശേഷം ഇനിയും ഇങ്ങനെ
വളരെ പറയാനുണ്ട്. ഒരിക്കൽ ഒരു നായർക്ക് നാഭിക്ക് താഴെയായി ഒരു മുഴയുണ്ടായി. അത് ക്രമേണ വളർന്ന് ഒരു സഞ്ചി പോലെ തൂങ്ങി. അത് അയാൾക്ക് ഏറ്റവും ഉപദ്രവകരമായി തീർന്നു. ഈ മുഴയോളം വലിപ്പത്തിൽ സ്വർണം കൊണ്ട് ഒരു കുമിളയുണ്ടാക്കിച്ച് ആറന്മുള ഭഗവാൻ നടക്കി വയ്ക്കുകയും അവിടെ 41 ദിവസം ഭജിക്കുകയും ചെയ്താൽ ഈ മുഴ പോകുമെന്ന് ചിലർ പറയുകയാൽ അത് വിശ്വസിച്ച് നായർ ആറന്മുള ചെന്ന് ഭക്തിപൂർവ്വം ഭജനം തുടങ്ങി. അക്കാലത്ത് ആറന്മുള മതിൽക്കകത്ത് ഒരു കലമാൻ ഉണ്ടായിരുന്നു. അത് കുട്ടിയായിരുന്നപ്പോൾ ഒരാൾ കൊണ്ടുചെന്ന് വഴിപാടായി നടക്കി കെട്ടിയതായിരുന്നു. അത് ക്രമേണ വളരുകയും വലിയ കൊമ്പുകളും മറ്റും ഉണ്ടായിത്തീരുകയും ചെയ്തിരുന്നു. എങ്കിലും അത് ആരെയും ഉപദ്രവിക്കാറില്ല. ദേവസ്വത്തിൽ നിന്ന് അതിന് തീറ്റിക്ക് ചിലതൊക്കെ കൊടുപ്പിച്ചിരുന്നത് കൂടാതെ അവിടെ ദർശനത്തിനായും ഭജനത്തിനായും മറ്റും ചെല്ലുന്നവരും ആ കലമാന് തിന്നാൻ എന്തെങ്കിലും കൊടുക്കുക പതിവായിരുന്നു. ഒരു ദിവസം ആ ഭജനക്കാരൻ ഭഗവത് നാമങ്ങൾ ജപിച്ചുകൊണ്ട് ക്ഷേത്ര പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്ന സമയം ആ കലമാൻ അടുത്തു ചെല്ലുകയും അത് ചാടി നായരുടെ നാഭിക്ക് താഴെയായി ഒരു കുത്തുവെച്ച് കൊടുക്കുകയും ചെയ്തു. കുത്തുകൊണ്ട ക്ഷണത്തിൽ നായർ ബോധരഹിതനായി നിലത്തു വീണു. ഉടനെ ചിലർ കൂടി അയാളെ എടുത്ത് മതിലിന് പുറത്തു കൊണ്ടുവന്ന് കിടത്തി. അപ്പോൾ രക്തം ഇടമുറിയാതെ പ്രവഹിച്ചു തുടങ്ങി. അവിടെ ഉണ്ടായിരുന്നവർ പരിശോധിച്ചപ്പോൾ മുഴ കലമാനിന്റെ കൊമ്പുകൊണ്ട് പൊട്ടിക്കീറിയിരിക്കുന്നതായി കണ്ടു. ഉടനെ ചിലർ ഒരു വൈദ്യനെ വരുത്തി കാണിച്ച് ഇനി ഇതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. വൈദ്യൻ മുറിവ് പരിശോധിച്ചിട്ട് ഇത് ആ കലമാൻ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ചെയ്തതു തന്നെയാണ്. ഭഗവാന്റെ കലമാനും ശസ്ത്രക്രിയ അറിയാമെന്നാണ് തോന്നുന്നത്. ഈ കുത്ത് സ്വല്പം മാറിയായിരുന്നു കൊണ്ടിരുന്നതെങ്കിൽ രോഗിയുടെ കഥ അപ്പോൾ തന്നെ കഴിയുമായിരുന്നു. ഭഗവാൻ ചെയ്തതിനു ശേഷം ചെയ്യുവാൻ ഞാൻ ശക്തനല്ല. ഇനി വേണ്ടുന്നതും ആറന്മുളയപ്പൻ തന്നെ ചെയ്തുകൊള്ളും. ഇങ്ങനെ രക്തം കുറെ പോയാൽ പിന്നെ മുഴ കാണുകയില്ല. പിന്നെ മുറിവ് ഉണങ്ങിയാൽ മതിയല്ലോ. അത് ഭഗവത് കൃപ കൊണ്ട് ക്രമേണ ശരിയായിക്കൊള്ളും എന്ന് പറഞ്ഞിട്ട് വൈദ്യൻ പോയി. പിന്നെ 3 ദിവസത്തേക്ക് രക്തം ഒലിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അപ്പോഴേക്കും മുഴ കാണുവാനില്ലാതെയായി. ചികിത്സയൊന്നും കൂടാതെ തന്നെ ക്രമേണ മുറിവുണങ്ങി. നായർ പൂർണ്ണ സുഖത്തെ പ്രാപിച്ചു. അനന്തരം ആ നായർ സ്വർണ്ണക്കുമ്പള ഉണ്ടാക്കിച്ച് നടക്കി വയ്ക്കുകയും വേറെയും ചില വഴിപാടുകൾ നടത്തി ഭജനം കാലം കൂടി മടങ്ങിപ്പോവുകയും ചെയ്തു. ഇങ്ങനെ ആറന്മുള ഭഗവാന്റെ മഹാത്മ്യങ്ങൾ അങ്ങനെ നീളുകയാണ്.